ഇന്ന് സഭയിൽ പ്രതിപക്ഷം ഈ നീറ്റ് വിഷയം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? സഭ ഇന്ന് പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ടോ? മോദി ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയം സജീവമായി ഉന്നയിക്കുവാനാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് KC വേണുഗോപാൽ രാവിലെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ലോക്സഭയിൽ മറ്റെല്ലാ നടപടികളും നിർത്തിവെച്ച അല്ലെങ്കിൽ അത് മാറ്റിവെച്ചുകൊണ്ട് ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ നോട്ടീസ് KC വേണുഗോപാൽ നൽകിയിരിക്കുന്നത്. അതിന് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയില്ല എങ്കിൽ സഭാ നടപടികൾ നടത്താൻ വേണ്ടി അനുവദിക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യസഭയിലും ഈ വിഷയം സജീവമായി ഉന്നയിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇന്നും സഭാ നടപടികൾ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. വീണ്ടും നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അഭിജിത്ത് ദിപ്കയും ഡൽഹി പോലീസും തമ്മിലുള്ള ചർച്ച ഇപ്പോഴും തുടരുകയാണ്. ഈ അഭിജിത്ത് ദിപ്കെ തനിക്ക് ഈ പുറത്തേക്ക്, അതായത് ജന്തർ മന്ദറിന് പുറത്തേക്ക് പോകാൻ വേണ്ടി അനുവദിക്കണമെന്ന ഒരു ആവശ്യമാണ് പോലീസിനോട് ഉന്നയിച്ചിരിക്കുന്നത്. ആ ആവശ്യം പോലീസ് ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, ഡൽഹി പോലീസ് ഇവയുടെ എല്ലാം വലിയ വിന്യാസം, കേന്ദ്രസേന വിന്യാസമൊക്കെ ഈ ജന്തർ മന്ദറിന് പുറത്തുണ്ട്. വലിയ തോതിലുള്ള ബാരിക്കേഡുകൾ ഈ പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ അഭിജിത്ത് ദിപ്കയെ പോലീസ് തടഞ്ഞിരിക്കുന്നത്. ഈ അദ്ദേഹം എങ്ങോട്ടേക്കാണ് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് കൃത്യമായി പറയാൻ വേണ്ടി കഴിയില്ല. കാരണം അഭിജിത്ത് രാവിലെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. പിന്നീടാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് ഈ വേദിയിൽ നിന്ന്, അതായത് സമരം നടത്തിയിരുന്ന വേദിയിൽ നിന്ന് പുറത്തേക്ക് വരികയും തുടർന്ന് ഈ ജനക്കൂട്ടം, ഈ കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർക്കൊപ്പം പുറത്തേക്ക് പോകാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അവിടെയാണ് ഇപ്പോൾ പോലീസ് അഭിജിത്തിനെ തടഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹം, ഇന്നലെ രാത്രി അദ്ദേഹം ഈ സമരവേദിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അഭിജിത്ത് ഈ സമരവേദിയിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു. ഏതാണ്ട് ഒരു ഈ സമരവേദിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയും പോലീസ് അഭിജിത്തിനെ തടയുകയും ചെയ്തിരിക്കുന്നത്. ശരി, ബി ബാലഗോപാലാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ജന്തർ മന്ദറിലെ സമരപന്തലിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ്. അഭിജിത്ത് ദിപ്കെ അവിടെ എത്തി പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് തടയുകയാണ് ചെയ്തത്. എങ്ങോട്ടേക്ക് പോകുന്നു, എന്തിനു പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ നിലവിൽ വ്യക്തമല്ല. പക്ഷെ പുറത്തേക്ക് പ്രവർത്തകരോടൊപ്പം ഇറങ്ങാൻ തുടങ്ങുന്നതിനെയാണ് പോലീസ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് തടഞ്ഞിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങി പ്രതിഷേധം കടുപ്പിക്കാനാണ് ശ്രമം എന്ന ഒരു തോന്നലാവാം ഈ തടസ്സപ്പെടുത്തൽ ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു.